രണ്ട് നിഅമത്തുണ്ട്. നിഅമത്തുൽ മുഹമ്മദിയ നിഅമത്തുൽ അഹമ്മദിയ. രണ്ട് നിഅമത്തുണ്ട്. അഹമ്മദിയത്തിന് നിഅമത്തുണ്ട്, മുഹമ്മദിയത്തിന് നിഅമത്തുണ്ട്. എന്ത് ഈ മുഹമ്മദിയത്തിന് നിഅമത്ത് അവിടെ എണ്ണാൻ പറഞ്ഞ് എന്തുകൊണ്ട്? അത് ലാഹിറത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലാഹിറത്ത് എന്നല്ല. മനസ്സിലായില്ല? എല്ലാവർക്കും ലാഹിറത്തിന്റെ ആളുകൾക്ക് ലാഹിറത്താണ്. ഒരാൾ നിങ്ങളെ കണ്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ നോക്കിയാൽ പറഞ്ഞവൻ ഒരാള് അങ്ങനെ പിടിച്ച് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കിഡ്നി ഫങ്ഷൻ പോയിട്ടുണ്ട്, ഹാർട്ട് അടുത്ത് നിൽക്കും, ഹാർട്ടിൻ്റെ കാര്യമൊക്കെ പോക്കാണ് എന്നിങ്ങനെ പിടിച്ച് പറഞ്ഞു. ഈ വ്യക്തി ഞങ്ങൾ രാവും പകലും പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊന്നും അറിയില്ല. ഓളെ കയ്യും പിടിച്ചാണ് നിങ്ങൾ നടക്കണേ തന്നെ, നിങ്ങൾക്കറിയില്ല. അറിയുന്നവന് ഒന്ന് പിടിച്ചപ്പോൾ തന്നെ അറിഞ്ഞ് കിഡ്നി പോയിട്ടുണ്ട്, നടക്കൂല. ഹാർട്ട് ബീറ്റ് വളരെ കുറവാണ്. അപ്പം മുഹമ്മദിയത്തെ പുറത്ത് കിട്ടിട്ടുള്ളൂ, അത് തന്നെ തിരിഞ്ഞോൽക്കേ തിരിയൂ. അഹമ്മദിയത്ത് അള്ളാഹുവിൻ്റെയും മുഹമ്മദ് മുസ്തഫയുടെയും ഇടയിലുള്ള സിറാണ്. ലാ യത്തലിഉ അലൈഹി അഹദുൻ ലാ യത്തലിഉ അലൈഹാ അഹദുൻ ഹത്താ വാഹിദുൻ മിനൽ അംബിയ. നബിമാർക്ക് പോലും അറിയില്ല എന്ത് അൽ ഹഖീഖത്തുൽ അഹമ്മദിയത്ത് അറിയില്ല. ഹഖീഖത്തുൽ മുഹമ്മദിയത്ത് ലാഹിറത്താണ്, പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതെന്നെ രഹസ്യ, അതറിയുന്നവർക്ക് അറിയുന്നതിൻ്റെ പരമാവധിയാണ്. അതാണ് എണ്ണാൻ പറഞ്ഞത്. ഇവിടെ എണ്ണാൻ പറഞ്ഞത് എന്നോടും നിങ്ങളോടും അല്ല, ഔലിയാക്കളോടാണ്. നമ്മൾ എണ്ണാണ്, നമുക്കൊന്നും തന്നെ അറിയില്ലല്ലോ, പിന്നെ അതിന് എണ്ണാണ്. എണ്ണിക്കോളി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ എണ്ണിക്കോളി എന്നല്ല, എണ്ണാണെങ്കിൽ നമുക്ക് സാധനം കിട്ടണ്ടേ. പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്ക്. ചിന്തിക്ക് 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 ചിന്തിക്ക്. കൊറോണ വൈറസിന്റെ കാണാൻ കഴിയുന്ന ഒരു ഭൂതക്കണ്ണാടി വെച്ചിട്ട് ഒരാൾ ഈ റൂമിലേക്ക് കയറിയാൽ, വൈറസിനെ തിരിച്ചറിയുന്ന കണ്ണാടിയും വെച്ച് ഒരാൾ ഇങ്ങോട്ട് കയറിയാൽ, രണ്ടാൾ കയറിയാൽ രണ്ടാൾ കയറി. അപ്പോൾ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു എണ്ണിക്കൂടുകയെന്ന് പറഞ്ഞു. ആ റൂമിൽ 10-25 എണ്ണിങ്ങളെയും പോലത്തെ പോന്താ ഇയാൾ ഇരിക്കുന്നുണ്ട്. ഓരോട് എണ്ണിക്കോളി എന്നിട്ട് കാര്യമില്ലല്ലോ, ഓരോന്നിനെ തന്നെ കാണില്ലല്ലോ. എണ്ണാൻ പറഞ്ഞത് കാണുന്നവനോടല്ലേ. ഇങ്ങനത്തെ മുഹമ്മദിയത്തിനെ നമ്മൾ കാണണേ ഇല്ല. കാണാൻ നീ ഉണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നീ വിലായത്തിന്റെ പദവിയിലെത്തി. ഈ ലോകം മുഴുവനും മനൂത്തത്തും ബിൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ. ഹഖീഖത്തുൽ മുഹമ്മദിയ്യ കിട്ടിയതാണൊക്കെ. ഹഖീഖത്തുൽ അഹ്മദിയ്യത്തോ അത് സിറാണ്. അത് സിറും ബൈന മുഹമ്മദിൻ വബൈന റബ്ബിഹി, റബ്ബിൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ള രഹസ്യമാണ് എന്ത്? അൽ ഹഖീഖത്തുൽ അഹമ്മദിയ്യ. അതൊരാൾക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല. സയ്യിദി അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം നിയാസുൽ കൗലഖി തങ്ങളുടെ തന്നെ വേറെ സ്ഥലത്ത് അവർ പറയുന്നുണ്ട്, അമ്മാ ഹഖീഖത്തുൽ അഹമ്മദിയ്യ, ഹഖീഖത്തുൽ അഹമ്മദിയ്യത്ത് ഫലാ മത്മഅ ലി അഹദിൻ ബിനൈലി മാ ഫിഹാ, അതിലുള്ളത് കരസ്ഥമാക്കണമെന്ന് ഒരാൾക്കും കൊതി വേണ്ട. എന്ത്? ഹഖീഖത്തുൽ അഹമ്മദിയ്യത്തിലുള്ളത് മനസ്സിലാക്കണമെന്ന കൊതി ഒരാൾക്കും വേണ്ട. ഫൽഹാസിലു അന്ന ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമേനി, ഹബീബ റസൂലുള്ളാഹിക്ക് 2 മഖാമുകൾ ഉണ്ട്. മഖാമു ഹഖീഖത്തുൽ അഹമ്മദിയ്യത്തി വഹുവൽ അഅല, മഖാമു ഹഖീഖത്തുൽ അഹമ്മദിയ്യ, ഹഖീഖത്തുൽ അഹമ്മദിയ്യത്തിന്റെ ഒരു മഖാമുണ്ട്. അഹമ്മദിയ്യത്ത് റസൂലുള്ളാഹിന്റെ 2 പേരുകളാണ്. ഒന്ന് എന്ത്? മുഹമ്മദ്, ഒന്ന് അഹമ്മദ്. അഹമ്മദ് ഒറ്റ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ട്? തിരിയാത്തത് എന്തിനാ പറയുന്നത്? തിരിയാത്ത എന്തിനാ പറയുന്നത്? പിന്നെന്താ കാര്യം ഉണ്ട് എന്ന് പറയാ? ചുവന്ന
ചുവന്ന ഗന്ധകം എന്നത് കേട്ടാലല്ലേ നിങ്ങൾക്ക് ഉണ്ട് എന്ന് തിരിയുള്ളൂ. നിങ്ങൾക്ക് കിട്ടൂല, എനിക്കും കിട്ടൂല. അൽ കിബ്രീത്തുൽ അഹ്മർ, ചുവന്ന ഗന്ധകമുണ്ട് എന്ന് ഒരു പുസ്തകത്തിൽ ഒരു വട്ടം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ സാധനം ലോകത്തുണ്ട് എന്ന് മനസ്സിലായി. നമുക്ക് കിട്ടൂല, ഒരു വട്ടേ പറയേണ്ടുള്ളൂ. ശർക്കര, പഞ്ചസാര, മുളക്, പിന്നെ എന്താ പറയുക, കുരുമുളക്, ഇതൊക്കെ എപ്പോഴും പറയണം. എന്തുകൊണ്ട്? മെനക്കെട്ട കിട്ടും. മറ്റേതോ കിട്ടിയല്ല. പിന്നെ എന്തിന്, എന്താ ഉദ്ദേശം? അഹമ്മദി എന്നത് ഖുർആനിൽ ഒറ്റവട്ട പറഞ്ഞ്, ഒറ്റവട്ടം. എന്തുകൊണ്ട്? അത് അങ്ങനെ ഒന്നുണ്ട് എന്ന് അറിയേണ്ടതേ അബ്ദിന് ബാധ്യതയുള്ളൂ. അത് അബ്ദിന് അറിയില്ല. فأما حقيقته الأحمدية فلا مطمع لأحد بنيل ما فيها. അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള കൊതി ഒരാൾക്കും വേണ്ട, അത് കിട്ടൂല, അത് മനസ്സിലാവില്ല, അതൊരിക്കലും. അതെന്താണ്? വഹുവൽ മഖാം. ഹബീബ റസൂലുള്ളാഹിക്ക് രണ്ട് മഖാമുണ്ട്. വഅന്ന ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമൈനി. ഹബീബ റസൂലുള്ളാഹിക്ക് രണ്ട് മഖാമുകൾ ഉണ്ട്. മഖാമു ഹഖീഖത്തിഹിൽ അഹ്മദിയ്യ വഹുവൽ അഅല വമഖാമു ഹഖീഖത്തിഹിൽ മുഹമ്മദിയ്യ വഹുവ അദ്ന. താഴെയുള്ളത് എന്താണ്? മുഹമ്മദിയ്യ. മേലുള്ളത് അഹ്മദിയ്യ. മുഹമ്മദിയ്യ താഴെയുള്ളത് എന്ന് പറഞ്ഞാൽ ഇജ് വിചാരിച്ചോ, അത് അഹമ്മദിയത്തിലേക്ക് ചേർത്താൽ താഴുള്ളതാണ്, അത് നന്നിലേക്ക് ചേർത്താൽ താഴുള്ളതല്ല. അത് എത്രയോ മേലെയാണ്. അത് നിനക്ക് മനസ്സിലാവുകയില്ല. അത് അള്ളാഹിന്റെ ഔലിയാക്കന്മാർക്കല്ല, മുഹമ്മദിയത്ത് മനസ്സിലാവില്ല. അഹമ്മദിയത്തും മുഹമ്മദിയത്തും നോക്കിയാൽ മേലുള്ളത് ഏതാണ്? അഹമ്മദിയത്ത്. അപ്പോൾ സ്വാഭാവികമായി മുഹമ്മദിയത്ത് താഴുള്ളതായി. അതേസമയത്ത് മുഹമ്മദിയത്ത് താഴുള്ളതാണോ? അല്ല. അത് തന്നെ അള്ളാഹിന്റെ ആരിഫ്യങ്ങളായ അമ്പിയാക്കൾക്കും ആരിഫ്യങ്ങളായ ഔലിയാക്കന്മാർക്കും മാത്രമേ മനസ്സിലാവുള്ളൂ. എന്ത്? മുഹമ്മദിയത്ത്. മനസ്സിലായില്ലേ? പറഞ്ഞ ഔലിയാക്കൾ മുഹമ്മദിയത്തിലാ തൊടുക. മുഹമ്മദിയത്തിൽ തൊട്ടാൽ വലിയായി. മുഹമ്മദിയത്തിൽ തൊട്ട വലിയായി. മുഹമ്മദിയത്താണ് എന്ത്? നിഅമത്ത്. വഇൻ തഉദ്ദു നിഅമത്ത് അല്ലാഹ്, നിഅമത്ത് മുഹമ്മദിയത്ത്, വെളിവായത്. മറ്റേത് നമുക്ക് എണ്ണാൻ പറഞ്ഞെങ്കിൽ, എണ്ണണമെങ്കിൽ നമുക്കിത് വെളിവാകണ്ടേ? വെളിവാകാത്ത എണ്ണാൻ പറയില്ലല്ലോ. മറ്റേത് പറയില്ല നമ്മളോട്, നമുക്കിത് എണ്ണാൻ കഴിയില്ല. അതാർക്കും വെളിവാകൂല. അമ്പിയാക്കൾക്ക് പോലും അഹമ്മദിയത്ത് അറിയില്ല. അത് സിറാണ്. ആരുടെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇടയിലുള്ള രഹസ്യം. ലോകാവസാനം വരെ പഠിച്ചാൽ റസൂൽ മനസ്സിലാവില്ല. ഭയങ്കര മനസ്സിലാക്കിയേയില്ല. മനസ്സിലാവൂല എന്നുള്ളത് നമ്മളെത്തണം. അപ്പം നമുക്കൊരു വായിത്താരി അത് നബിയെ മനസ്സിലാവൂല. നമ്മൾ മനസ്സിലാവൂല എന്ന് മനസ്സിലാകേണ്ട ഒരവസ്ഥയിലെത്തിയാൽ നമ്മൾ മുഅ്മിനായി. പിന്നെ അവിടുന്ന് വിലായത്ത് തുടങ്ങും. എന്നൊക്കെ തിരിഞ്ഞിട്ടില്ല. നമ്മൾ നിസ്കരിച്ച് നോമ്പോറ്റ് നടക്കുമ്പോൾ നമ്മൾ മുസ്ലിമാണ്. നമുക്ക് റസൂലുള്ളാഹി എന്ന രഹസ്യത്തെ മനസ്സിലാക്കാൻ കഴിയൂല എന്ന് നമ്മൾ എത്തിച്ചേരുന്നൊരവസ്ഥയിൽ നമ്മൾ ആരായി? നമ്മൾ മുഅ്മിനായ വലിയുമായി. അല്ലാഹു വലിയുല്ലദീന ആമനു. അല്ലാഹു ഏറ്റെടുത്തു. പിന്നെ ചിലർക്ക് കുറച്ച് എണ്ണീറ്റ് ഒരു വലിയന് റസൂലുള്ളാഹിന്റെ നിഅമത്തുകളെ മനസ്സിലാക്കി. ഒരു വലിയ റസൂലുള്ളാഹിന്റെ നിഅമത്തുകളെ ഹഖീഖത്തുൽ മുഹമ്മദിയത്തിന്റെ മനാഫിഅനെ എണ്ണി. ഒരു വലിയ എണ്ണിയപ്പോൾ 10 എണ്ണം കണ്ടു, ഒരു വലിയ എണ്ണിയപ്പോൾ 100 എണ്ണം കണ്ടു, ഒരു വലിയ എണ്ണിയപ്പോൾ 1000 എണ്ണം കണ്ടു. അപ്പോഴും ഈ വലിയ എവിടെ എത്തിയിട്ടില്ല, ഈ ആയത്തിന്റെ പരിധിയിലെത്തിയിട്ടില്ല. ഒന്ന് ചായ കുടിച്ചിട്ട് പറയാം, തിരിഞ്ഞിട്ടില്ല. ഇവിടെ അല്ലാഹു എന്താ പറഞ്ഞേ? വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സ്വലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, സ്വലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ്, ഖുദ് ബിയദി യാ റസൂലല്ലാഹ്, ഖല്ലത്ത് ഹീലതി യാ റസൂലല്ലാഹ്, അദ്രിക്നി യാ റസൂലല്ലാഹ്, അദ്രിക്നി യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക്കും യാ ഇബാദല്ലാഹ്, അസ്സലാമു അലൈക്കും യാ ഇബാദല്ലാഹ്, അസ്സലാമു അലൈക്കും യാ ഇബാദല്ലാഹ്. ഞങ്ങളുടെ മജ്‌ലിസിൽ വന്നു ചേർന്ന് മഹാന്മാരെ, നമുക്കൊക്കെ അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. മഹാന്മാരെ ആരൊക്കെ ഈ മജ്‌ലിസിലുണ്ടാവില്ലെന്ന് നമ്മൾ കാണൂല, എന്നാലും ഉണ്ടാവും. അല്ലാഹുവിന്റെ ഹബീബിനെ പറയല്ലേ, പിന്നെ അവർ വരാതിരിക്കൂ.
ഖുലിഖു മിൻ നൂരി മുഹമ്മദ്. അള്ളാഹിന്റെ ഹബീബിന്റെ പ്രകാശത്തിൽ നിന്നാണ് ജിബ്രീലിനെ പഠിച്ചത്. മീകായിലും പിന്നെ മലക്കുകളെ മുഴുവൻ റസൂലുള്ളാഹിന്റെ പ്രകാശം പഠിച്ചതാണ്. ഖുലിഖു മിൻ നൂരി മുഹമ്മദ്. അപ്പോൾ ഒരു വലിയ നമ്മളെപ്പോലത്തെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഉപകാരം അറിയില്ല. അപ്പം നമ്മൾ ഈമാന്റെ മക്കാമിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ തിരിയൂല. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വലിയ ഉപകാരങ്ങളാണ്. അത് നമുക്ക് തിരിയില്ല എന്ന് തുടങ്ങിയാൽ നമ്മളെവിടെത്തി? ഈമാന്റെ മക്കാമിലെത്തി. പിന്നെ നമ്മൾ എണ്ണാൻ തുടങ്ങി. ഈമാന്റെ മക്കാം ഉയർന്നു 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 പോയി. എണ്ണി ചിലർക്ക് 100 എണ്ണം കിട്ടി, ചിലർക്ക് 1000 എണ്ണം കിട്ടി, ചിലർക്ക് 10,000 കിട്ടി. അപ്പോഴൊന്നും അവൻ ഈ ആയത്തിൻ്റെ പരിധിയിൽ വരില്ല. ഈ ആയത്തിൻ്റെ പരിധിയിലെത്തുന്നെങ്കിൽ മുഹമ്മദീയത്തിൻ്റെ മനാഫിഅനെ എണ്ണാൻ കഴിയാത്ത അളവിലേക്ക് അവരെ കണ്ണിൻ്റെ മുന്നിൽ നിറഞ്ഞു. ഇപ്പോൾ അവർ അഅ്ലാ മഖാമിലെത്തി. അതാണ് ഖുത്ബാനിയത്ത്. അപ്പൊ അവിടെ പറഞ്ഞ് ക്ലിയറായി. മുഹമ്മദ് എന്ന ആളുടെ ഉപകാരങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. അതാണ് അഅ്ലാ മഖാമ്. മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിലായിട്ടേ ഇല്ല റസൂലുള്ളാഹിനെ. റസൂലുള്ളാഹിനെ ഏറ്റവും അടുത്ത ആളാണ് ഏറ്റവും അകന്ന ആള്, ഏറ്റവും അകന്ന ആളാണ് ഏറ്റവും അടുത്ത ആള്. തിരിഞ്ഞില്ല. ഏറ്റവും അടുത്ത റസൂലുള്ളാഹിനെ പറയാൻ കഴിയില്ല. വലൗ സുഇൽതു വലൗ തുലിബ്തു മാ അൻ അസിഫഹു വലൗ സുഇൽതു അൻ അസിഫഹു മാ അതഖതു. അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി ഒന്ന് വർണ്ണിക്കാൻ പറഞ്ഞാൽ, ഒരാൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് കഴിയൂല. ഞാൻ ആ മുഖത്തിൻ്റെ ആ പ്രത്യേക പ്രഭ കാരണം ഒന്നും നോക്കിയിട്ടില്ല. ഇത് പറഞ്ഞത് അനസ് ഇബ്നു മാലിക്കാണ് റളിയല്ലാഹു അൻഹു. അപ്പൊ അടുത്താൾ അകന്നാളാണ്. ആ ആൾക്ക് കഴിയില്ല. അപ്പൊ നമ്മൾ റസൂലുള്ളാഹിനെ പറ്റി പറയാൻ ഒറ്റ മടിയില്ല. എന്തുകൊണ്ട്? കണ്ടിട്ടില്ല, അറിയില്ല, കാണണ്ടയില്ല, കാണാൻ കഴിയൂല. ഉമർ ഇബ്നു ഖത്താബിനെ കാണാൻ കഴിയാത്തത് എനിക്ക് കാണാൻ കഴിയും. ഹൽ റഅയ്തും റസൂലല്ലാഹ് ഖാലു നഅം ഖാല ല മാ റഅയ്തും റസൂലല്ലാഹ് വലാകിൻ റഅയ്തും യതീമ അബീ ത്വാലിബ്. നിങ്ങൾ അബൂ ത്വാലിബിന്റെ യതീമിനെ കണ്ടു, റസൂലിനെ കണ്ടിട്ടില്ല. ഇത് ഉവൈസ് പറയാൻ ആരോട്? ഉമർ ഇബ്നു ഖത്താബിനോട്. ഉമറിനെ കാണാൻ കഴിയാത്തത് എനിക്ക് കാണാൻ കഴിയും. അപ്പൊ ഉമർ വളരെ ദൂരെയാണ്. റളിയല്ലാഹു അൻഹു. അവിടെ രഹസ്യം അത് ചിന്തിക്കണം. അള്ളാഹ് ഇതാണ് പഠിക്കണ്ട. അള്ളാഹിനെ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. കുല്ലുക്കും ഹംഖാഉ ഫീ മഅരിഫത്തി ദാത്തില്ലാഹ്. അള്ളാഹിനെ പഠിക്കുന്നതിൽ നിങ്ങളൊക്കെ ഹംഖകളാണ്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒറ്റ വിഷയമുണ്ട് ലോകത്ത്, അതാണ് നിഅമത്ത്. അത് ഹഖീഖത്തുൽ മുഹമ്മദിയ്യത്ത. അതിൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ കയറിപ്പോകും. പിന്നെ നിങ്ങൾക്ക് എണ്ണിക്കണക്കാൻ കഴിയാത്ത മനാഫിഅ ഉപകാരങ്ങളും റഹ്മത്തുകളും കണ്ടെത്തും. ആരിൽ? മുസ്തഫ നബിയിൽ. അപ്പോൾ നിങ്ങൾ വിലായത്തിന്റെ പദവിയിലാണ്. അതിൻ്റെ അപ്പുറത്തൊക്കെ നഷ്ട, വലിയ നഷ്ട. ഉജീസും ബസീത്തും എഴുതിയാൻ എൻ്റെ ആയുസ് നഷ്ടപ്പെടുത്തി എന്ന് ഇമാം ഗസാലി. പിന്നെ ഞാൻ ഹഖീഖത്തുൽ മുഹമ്മദിയ്യത്ത് തേടിപ്പോയി. പിന്നെ എനിക്ക് അല്ലാഹു അത് തന്നു. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കാലിൻ്റെ ചോട്ടുന്നാ തന്നത്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കാല് കയറ്റി വെച്ചൊരു പാറുണ്ട്. ആ പാറയുടെ അടി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലിൻ്റെ അടിയാണ്. അവിടുന്ന് കിട്ടി. അപ്പോഴത്തിന് 45 വയസ്സ് കഴിഞ്ഞു. 55-ൽ മരിച്ചു. 45 അല്ല 51 ആയിരിക്കും. പിന്നെ 4 കൊല്ലം ജീവിച്ച് പിന്നെ മരിച്ചു. ഇമാം ഗസാലി. അപ്പൊ ആ മനുഷ്യനെല്ലാം അറിഞ്ഞു. മുസ്ലിം സമുദായത്തിന്റെ പുരോഗതി തടഞ്ഞ ഒരു മനുഷ്യൻ ചരിത്രത്തിലുണ്ടെങ്കിൽ അത് ഇമാം ഗസാലിയാണ്. പുരോഗതി തടഞ്ഞു, ആക്ഷേപിക്കപ്പെട്ടു ഇമാം ഗസാലിയെ. എത്രയാ പ്രഭാഷണങ്ങൾ ലോകത്തുള്ളത്. മുസ്ലിം സമുദായത്തിന്റെ പുരോഗതി തടഞ്ഞത് ഇമാം ഗസാലിയാണ്.
സത്യം. ഈ കഴിഞ്ഞ വർഷം 2024 ഓക്സ്ഫോർഡിൽ പ്രഭാഷണം നടത്തിയത് മുസ്ലിം സമുദായത്തിൻ്റെ മുന്നേറ്റത്തെ തടഞ്ഞത് ഇമാം ഗസാലിയാണ്. ഓക്സ്ഫോർഡിൽ പ്രഭാഷണം നടത്തിയിരുന്നത് 2024. എത്ര പുസ്തകങ്ങളുടെ ഇമാം ഗസാലിയാണ്. ഇമാം ഗസാലി ഇല്ലായിരുന്നെങ്കിൽ മുസ്ലിം ലോകം എവിടെയോ എത്തിയിരുന്നു. സത്യമാണ്. അതായത് ഇന്നത്തെ നമ്മുടെ ഭൗതിക വികാസം, ഇപ്പം നമ്മളെല്ലാവരും വിദ്യാസമ്പന്നരായി, നമുക്ക് യൂറോപ്യൻ വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടല്ലോ. ഇതിലേക്ക് നമ്മൾ 1000 കൊല്ലം മുമ്പെത്തുമായിരുന്നു. അതിനിടയിൽ ഒരാൾ വന്നിട്ട് ആ മനുഷ്യൻ കൊങ്ങായിക്ക് പിടിച്ചിട്ട് ഓരോ ഒറ്റ വലിച്ചെറിയിൽ എറിഞ്ഞു. എവിടേക്ക്? മുത്തുനബിയിലേക്ക്. ഈ ലോകത്ത് ആദ്യം നശിക്കേണ്ടത് മുസ്ലിമീങ്ങളായിരുന്നു. യൂറോപ്യൻ വിദ്യാഭ്യാസം കൊണ്ട് ആദ്യം നശിക്കേണ്ടത് മുസ്ലിങ്ങളായിരുന്നു. എന്തുകൊണ്ട്? അങ്ങനത്തെ പുരോഗതികളാണ് മുസ്ലിങ്ങൾക്ക് 5-ാം നൂറ്റാണ്ടായപ്പോഴുണ്ടായത്. അപ്പോൾ പൂർണ്ണമായി ഭൗതികവൽക്കരിക്കപ്പെടും ആര്? മുസ്ലിങ്ങളെ. അപ്പോൾ ഒരാൾ വന്നു, ഇമാം ഗസാലി വിളിച്ചിട്ട് പുറത്തേക്ക്. ആ പരിക്ക് നമുക്ക് തീർന്നപ്പോഴത്തിന് പിന്നെ 10,900 കൊല്ലം കഴിഞ്ഞു. ആ പരിക്ക് നമുക്ക് കഴിഞ്ഞ് നമ്മൾ എണീക്കുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഗസാലിയെ മറന്നു. എന്താ ഗസാലിക്ക് റളിയല്ലാഹു അൻഹു ഹഖീഖത്തുൽ മുഹമ്മദിയ്യത്ത് മനസ്സിലായി. ഇമാം ഗസാലി എന്ന് പറഞ്ഞാൽ ബൈന ശരീഅത്തി വ ബൈന തുരീഖ, ശരീഅത്തിൻ്റെയും തുരീഖത്തിൻ്റെയും ഇടയിലുള്ള ആളാണ് ഇമാം ഗസാലി. അല്ലെങ്കിൽ അതുകൊണ്ട് മുഴുവനും അതിന് രണ്ടിൻ്റെയും ആളാണ് ഇമാം ഗസാലി. ചില ആളുകൾക്ക് ശരീഅത്ത് ഉണ്ടാകുമ്പോൾ അവർ തുരീഖത്ത് ഒഴിവാക്കും. ചില ആളുകൾക്ക് തുരീഖത്ത് ഉണ്ടാകുമ്പോൾ ശരീഅത്ത് ഒഴിവാക്കും. ചില ആളുകൾ ശരീഅത്തിൽ മഷൂറാവും, തുരീഖത്തിൽ മഷൂറാകാത്തത് കൊണ്ട് തുരീഖത്തിൻ്റെ ആളുകാർ ഈ ആളമ അറിയില്ല. ചില ആളുകൾ ശരീഅത്തിൽ മഷൂറാവുമ്പോൾ തുരീഖത്ത് അറിയില്ല. ചില ആളുകൾ തുരീഖത്ത് കൊണ്ട് മഷൂറാവും, പക്ഷെ അവർ ശരീഅത്ത് കൊണ്ട് മഷൂറാകാത്തത് കൊണ്ട് പൊതുജനം അവരെ പരിഗണിക്കുകയും ഇല്ല. രണ്ടുകൊണ്ടുള്ള ആളാണ് ആര്? ഇമാം ഗസാലി. ഇമാം ഗസാലിയുടെ പ്രഭ അടിച്ചതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിക്ക്. അല്ല എന്നൊരാൾ എന്നോട് പറഞ്ഞാൽ പോടാന്ന് ഞാൻ പറയും. ഏത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയും ഇമാം ഗസാലി തങ്ങളുടെ രോമത്തിൻ്റെ ഖദറിനുണ്ടാവില്ല. നമ്മളൊന്നും വിചാരിക്കരുത്. കാരണം ഇമാം ഗസാലിയുടെ ശിഷ്യൻ്റെ ശിഷ്യനാണ് ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ഇമാം ഗസാലി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഉണ്ടായത്. ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ഒരു വ്യക്തി ഒരു സൊസൈറ്റിയുടെ ഉൽപ്പന്നമായിരിക്കും, ഒരു സമാന്റെ ഉൽപ്പന്ന വ്യക്തി. നല്ലോണം ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഇതവരെ കുറ്റല്ല, അവരുടെ കുറ്റല്ല. അവർ മനസ്സിലാക്കുന്നതിൽ പിന്നെ അപാകതകളാണ്. ഉദാഹരണം പറയാം. ഇപ്പം നമ്മളെ ഒരു നല്ലൊരു മുസ്ലിം എന്ന് പറയപ്പെടാവുന്ന ഒരു മുസ്ലിം സമുദായത്തിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ഒരു ആയിരുന്നു CH മുഹമ്മദ് കോയ. മനസ്സിലാണ് പറഞ്ഞത്. ആ സമൂഹത്തിൻ്റെ പുരോഗതി ആഗ്രഹിച്ചാണ് പഠിക്കുക വീണ്ടും പഠിക്കുക എന്ന ഒരു തിയറി. അതൊരു തിയറി പോലെ, അതൊരു ആപ്തവാക്യം പോലെ മുസ്ലിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച വ്യക്തിയാണ് CH ഉപയോഗിക്കുന്നതിൻ്റെ CH മനസ്സിലാക്കിയൊരു ഉപകാരമാണത്. അതിൽ CHന്റെ പരിധിയിൽ അത് തെറ്റല്ല, പക്ഷെ ആത്യന്തികമായി ഇത് തെറ്റാണ്. ഹഖീഖത്ത് മുഹമ്മദിയത്തും ഹഖീഖത്ത് അഹമ്മദിയത്തും രണ്ടും പഠിച്ചത് അള്ളയാണെങ്കിലും അഹമ്മദിയത്ത് അള്ളാഹ് പുറത്തു കൊടുത്തിട്ടില്ല. അള്ളാഹ്ക്ക് സ്വന്തമാണ്. ആ സൃഷ്ടിത്വം അള്ളാഹ്ക്ക് സ്വന്തമാണ്. വേറൊരാൾക്ക് രഹസ്യം പോലും പറഞ്ഞു കൊടുത്തില്ല. ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല. പിന്നെന്താ മറ്റത്? ഹബീബിൽ ലയിച്ചാൽ നീ മുഅ്മിനായി. അവിടുന്നാണ് ഹബീബിൽ ലയിച്ച ആൾ മുഅ്മിനാവും. അതന്നെ മുഅ്മിനാകാനുള്ള വഴി. അത് അല്ലാഹു തആല തെളിയിച്ചു തന്നെ. ഇപ്പം നോക്കൂ നിങ്ങൾ, നിർബന്ധ ബാധ്യതകളിൽ 90% ഖദീജാന്റെ വഫാത്തിന് ശേഷമാണ്. എന്നിട്ട് ഖദീജക്ക് അല്ലാഹു കൊടുത്ത ദർജ ഈ ലോകത്തിലാക്കില്ല.
എന്തുകൊണ്ട്? ഖദീജക്കില്ലേന. ഇനി ഖദീജക്ക് അമലിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഖുർആൻ ഖത്തം തീർത്തത് ഖദീജ മരിച്ചിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് റളിയല്ലാഹു അൻഹ. അപ്പോൾ ഖുർആനിന്റെ മനസ്സിലായോ പൂർണ്ണത ആരെ കാലത്തില്ല. ഖദീജയുടെ കാലത്തില്ല. നോമ്പില്ല, ബദർ യുദ്ധമില്ല, ഒന്നുമില്ല. സക്കാത്ത് നിർബന്ധ ബാധ്യതയാവുന്ന സക്കാത്ത് ഇന്ന് നാം കാണുന്ന വ്യവസ്ഥാപിതമായ സക്കാത്ത് ആരെ കാലത്തില്ല? ഖദീജയുടെ കാലത്തില്ല. ഫിത്ർ സക്കാത്തില്ല, ഫിത്ർ സക്കാത്തും ഇല്ല. അപ്പൊ തടിന്റെ സക്കാത്ത് വരെ കൊടുത്തിട്ടില്ല. തടിന്റെ സക്കാത്ത് ഉണ്ടെങ്കിൽ തടി ഓയറാകണ്ടേ? തടി റബ്ബിന് വേണ്ടിയാണ് ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ ഇങ്ങനത്തെ സക്കാത്ത. നമ്മക്ക് 97 നമ്മൾ എടുക്കുന്നത് കൊണ്ടല്ലേ 2.5 കൊടുക്കേണ്ടി വരുന്നത്. പഠിച്ചോ 100 കൊടുത്താ പിന്നെ എന്ത് സക്കാത്ത? അല്ലാഹുവേ പഠിച്ചോനെ, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഖദീജാന്റെ കുല്ലും ആർക്ക് കൊടുത്തു? റസൂലുള്ളാഹിക്ക് കൊടുത്താ പിന്നെ എന്ത് സക്കാത്ത? ഇത് 97 2.5% കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ മയനെന്താ? 97% എന്റേതാണെന്നല്ലേ എന്റെ മയന്? 100 അള്ളാഹ് കൊടുത്താ പിന്നെ സക്കാത്ത്? വഖഫിന് മുതലിന് സക്കാത്തുണ്ടോ? അല്ലാ പഠിച്ചോനെ, അല്ലാ റബ്ബേ, ഒരു അന്തം ഈ മനുഷ്യന്മാർക്ക് ഒരു അന്തം കൊടുക്കണേ റബ്ബേ. വലിയ മനസ്സിലാണ്ട് നിങ്ങൾക്ക് പറഞ്ഞത് വിളയുന്ന വലിയ തോട്ടം. ഈ തോട്ടം ഇന്നലെ വരെ വിളവിന്റെ 10% എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. അത് പിന്നെ എന്തു കൊടുത്തു? പള്ളിക്ക് വഖഫ് കൊടുത്തു. നീ എന്താ സക്കാത്ത? ഇത് ആർക്ക് കൊടുത്തു? ഇതിപ്പോ ഇനി ആരുടേതല്ല, നിന്റെ അല്ല, പിന്നെന്ത്? അള്ളാന്റെ മാർഗത്തിൽ ഫീസബീലാണ് കൊടുത്തു. ഫക്കീറും മിസ്കീനും മറ്റോരും മുച്ചോർക്കും ഒക്കെ കൊടുത്തു. ഇതിന്റെ 100% ഞാൻ സക്കാത്തുണ്ടോ? മനസ്സിലായി പറഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹ അലിഞ്ഞോയി മുഹബ്ബത്ത് മുഹമ്മദ് എലിഞ്ഞോയി. അതുകൊണ്ട് ഖദീജമാർ അല്ലാഹു തആലക്ക് നിയമങ്ങൾ ഇറക്കണം. എന്നെ ഖദീജനെ മരിപ്പിച്ചു. ഞാൻ സാധു തുടങ്ങാനുണ്ട്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലാവും. എന്തുകൊണ്ട്? ഖദീജ നേരത്തെ തന്നെ ആരിലാണ്? അല്ലാഹുവിലാണ്. ഖദീജ ചെയ്തില്ല റളിയല്ലാഹു അൻഹ. ഒന്നും ചെയ്തില്ല. സക്കാത്ത് കൊടുത്തില്ല, പോറ്റില്ല, ഖുർആൻ ഖത്തം തീർത്തില്ല, ബദർ യുദ്ധത്തിന് സഹായിച്ചില്ല, ഒന്നും ചെയ്തില്ല. എന്നിട്ട് ജിബ്രീൽ വന്നു അലൈഹിസ്സലാം. എന്തിനാ വഹയം കൊണ്ട്? ഖുർആൻ ആയത്തും കൊണ്ട് വന്നതാണോ? അല്ല. ഖദീജ അല്ലാഹു തആല ഒരു കൊട്ടാരം പണിത് വെച്ചിട്ടുണ്ട്. അതിന്റെ മേലെ ഫായിഖായ ഒരു ഖസ്ർ സ്വർഗ്ഗലോകത്തില്ല എന്നറിയിക്കാൻ വേണ്ടി വന്നതാണ് നബി. ഇതിന്റെ മേലെ ഒരു ഖസ്ർ എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ ഒരു ഖസ്ർ, ഒരു കൊട്ടാരം സ്വർഗത്തിലില്ല നബിയെ. ആ ഖസ്ർ ആർക്കാണ് അള്ളാഹു പണിത് വെച്ചിട്ടുള്ളത്? ഖദീജത്തുൽ കുബ്രാക്കാണ്. അത് പറയാൻ വേണ്ടിയാ വന്നത് നബിയെ. ആര് പറഞ്ഞു? സയ്യിദുനാ ജിബ്രീൽ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ആൾക്കിന്റെ ആവശ്യം. ആൾ ലയിച്ചു. ഏതാണ്? ആര്? മുഹമ്മദിയത്തിൽ ലയിച്ചു. മുഹമ്മദിയത്ത് ഉറക്കപ്പറ മുത്തു മുഹമ്മദ് അതിലാട് ലയിച്ചു. മുഹമ്മദിയത്തിന്റെ ഇഷ്ടമാണ്, മുഹമ്മദ് മുസ്തഫാന്റെ ഇഷ്ടമാണ്. ചിന്തിക്ക്. ഖദീജക്ക് ഇഷ്ടമില്ല, റസൂലുള്ളാഹിന് ഇഷ്ടമാണ്. ഖദീജാന് വേണ്ടി ഇഷ്ടമാണെങ്കിൽ റസൂലുള്ളാഹി വീട്ടിലല്ലേ കിടക്കുക? റസൂലുള്ളാഹിന് ഇഷ്ടമായതുകൊണ്ടല്ലേ ഹിറാ ഗുഹയിലേക്ക് പോയത്. പെണ്ണിന്റെ ഇഷ്ടം എന്താ? പറ. പെണ്ണിന്റെ ഇഷ്ടം എന്താ? എയിലെ പോയാലും വൈകുന്നേരം കടന്നുറങ്ങാൻ അവിടെ പറയാ. അങ്ങനെയല്ലേ? എയിലെ പോയി കൂടി 10 മണിയാകുമ്പോൾ ഇവിടെ എത്തണം. നിങ്ങൾ പോയാലും വേണില്ല, വന്നാലും വേണില്ല, ഒന്നും പ്രശ്നമില്ല. ഞങ്ങൾക്ക് സ്റ്റാഫായി പെണ്ണുങ്ങളുണ്ട്, അവരോട് ഒന്നും എനിക്ക് വരാനില്ല. നിങ്ങൾ വിശ്വാസം രാത്രി കടന്നുറങ്ങാൻ പറ്റണം. അതും കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പുറത്തുനിന്ന് വിടും. സത്യല്ലേ? ഖദീജവിന്റെ ഇഷ്ടമാണ് എങ്കിൽ റസൂലുള്ളാഹി കിടക്കേണ്ടത് ഖദീജവിന്റെ പകയിലല്ലേ? റസൂലുള്ളാഹി എവിടെ കിടക്കണം?
എന്നിട്ട് നേരം വിളിക്കുമ്പോൾ പേടിച്ച് വരും, എന്നെ ആരോ പേടിപ്പിച്ചു. അപ്പം എന്താ പറഞ്ഞ, അൽഹംദുലില്ലാ പേടിച്ച് നന്നായി, ഏതായാലും പേര് കടന്നു പോലെ. ഞാനിപ്പോൾ എൻ്റെ കുട്ടികൾ അതുകൊണ്ട് കുടുങ്ങി. എന്ത് പറഞ്ഞ്, വല്ലാഹി നിങ്ങളെ പേടിപ്പിക്കണം, അല്ലാഹു ഒരിക്കലും നിങ്ങളെ നിസാരപ്പെടുത്തുകയില്ല. إنك لتصل الرحمة وتحمل الكل وتقضي الضيف وتصبر على نوائب الحق. നിങ്ങളെ നിസ്സാരപ്പെടുത്താൻ അല്ലാഹു സമ്മതിക്കില്ല. നിങ്ങൾ അത്രയും വലിയ മഹാനാണ്. ആരോടൊപ്പം പറയുന്നത്? ദിവസങ്ങളായി സ്വന്തം ബെഡിൽ കിടന്നിട്ടില്ല ഇല്ലാത്ത ഭർത്താവിനോട്. കാരണം ഖദീജ ലയിച്ചത് ആരിൽ? സുറൈയിൽ. ഒരാൾ ദഅവത്ത് ചെയ്യുമ്പോൾ ദഅവത്തിന്റെ സൂറത്ത് മുസമ്മില. പ്രബോധനം ചെയ്യുന്നവരൊക്കെ, പ്രബോധകന്മാരൊക്കെ രാത്രിയിൽ ഒരു വട്ടെങ്കിലും മുസമ്മിൽ സൂറത്ത് ഓതണം. എന്താ മുസമ്മിൽ എന്ന അർത്ഥം? പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന ആളെ എന്നല്ലേ. ആരെ പുതപ്പിട്ട് കൊടുത്തത്? ഇത് ഖദീജ. അതിൽ ഖദീജ വീണ്ട്. മനസ്സിലായില്ല? പ്രബോധകന്മാരൊക്കെ എല്ലാ രാത്രിയും ഒരു വട്ടം മുസമ്മിൽ ഓതണം. വയല് പറയണവര്, ക്ലാസ് എടുക്കുന്നവര്, ദർസ് നടത്തുന്നവരൊക്കെ മുസമ്മിൽ ദഅവത്തിന്റെ സമ്മതം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫ അവ യൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ ثقيല ഇന്ന നാശിഅത്തൽ ലൈൽ ഹുവ അശദ്ദു ഖത്അൻ وأقوم قيلا إن لك في النهار سبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا. لا മുസമ്മിൽ ഇതൊരു വട്ടം പ്രബോധകന്മാർ. പ്രബോധനത്തിൻ്റെ ഒരു പ്രത്യേക സുഹൃത്താണ്. ആരാണ് ഈ മുസമ്മിൽ? പുതപ്പിട്ട് കൂടിക്കിടക്കുന്ന നബിയാവും മുസമ്മിൽ. ആരാ പുതപ്പ് കൊടുത്തത്? ഖദീജയാണ്. ഖദീജ അല്ലാതെ ഒരു പുതപ്പില്ല. എന്നിട്ട് വർക്കയുടെ വീട്ടിലേക്ക് ഓടുക. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അതാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ മുഹമ്മദ് മുസ്തഫയെ ലയിച്ചിട്ടുണ്ട് ആര്? ഒരു നിലക്ക് ഖദീജയുടെ മുന്നിൽ കുട്ടിയെ പോലെയാണ്. പുതപ്പിട്ട് മൂടിത്തരാൻ പറയുന്നത് മനസ്സിലായില്ല. ഒരു കുട്ടിയെ പോലെയാണ്. ആരുടെ മുന്നിൽ? 15 വയസ്സ് കൂടുതലുമാണ്, ഭർത്താവുമാണ്. അതിൻ്റെയൊക്കെ ഒരു സന്തോഷം. ഖദീജ ബീവി വലിയ സംഭവം. ഖദീജ ബീവിയെക്കാളും വലിയൊരാൾ ഉണ്ടാവില്ല, ഒരു പെണ്ണുണ്ടാവില്ല. ഞാനൊരാളെ അംഗീകരിക്കില്ല, ഒരു മറിയം ബീവിയെയും ഖദീജാന്റെ മേലെ ഞാൻ അംഗീകരിക്കൂല. റളിയല്ലാഹു അൻഹ. എന്തുകൊണ്ട്? മറിയമ്മിന് ഇന്ന് വരെയും മുഹമ്മദ് ഓർമ്മയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഖീഖത്തല്ല. മുഹമ്മദ് എന്ന ആൾ മറിയമ്മിന് ഹഖീഖത്താകതിൽ പരലോകത്ത്. ഖദീജക്ക് ദുനിയാവിലും ഹഖീഖത്താണ്, പരലോകത്തും ഹഖീഖത്താണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുതിയത് വായിച്ചാൽ പോരാ, ഇതിനപ്പുറം വായിക്കണം. എനിക്ക് മറിയം ബീവിയെക്കാളും ആദ്യമാണ് ആര്? ഖദീജ. നിങ്ങളുടെ സൗകര്യത്തിന് തീരുമാനമെടുത്തു. ഖുർആനിന് മഹത്വപ്പെടുത്തിയത് മറിയം ബീവിനല്ലേ? അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറച്ച് വരി വേറുണ്ട്. വരി മാത്രം വായിച്ചാൽ പോരാ, ബിറ്റ്വീൻ ദി ലൈൻസ് എന്നൊരു ഒരു പങ്ക്തി ഉണ്ടായിരുന്നു കുൽദീപ് നെയ്യാർക്ക്. വരികൾക്കിടയിൽ വായിക്കണം. വരിയിൽ മറിയമ്മാണ്, വരികൾക്കിടയിൽ ഖദീജയാണ്. പകുതി ഭാഗ്യമാണ് മറിയമ്മിന്, 2 ഭാഗ്യമാണ് ആർക്ക്? ഇരട്ട ഭാഗ്യമാണ് ഖദീജക്ക്. ഹഖീഖത്തുൽ മുഹമ്മദിയത്തിലേക്ക് ചേരുക. മറ്റത് മറിയമ്മിന് മുഹമ്മദിൽ ഓർമ്മ. ഇങ്ങനെ ഒരാൾ വരാനുണ്ട്. ആ ആൾ മറിയമ്മിൻ്റെ ഖദീജാന്റെ മടിയിലേക്ക് വീണിട്ട് പിന്നെയാണ് നുബുവത്ത് വെളിവായത്. മനസ്സിലായില്ല? ജിബ്രീലിനെ അറിയുന്നതിന് മുമ്പ് ഖദീജയുടെ മടിത്തട്ടാണ് അറിഞ്ഞത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വാക്യം, അതാണ് ഖദീജയുടെ വാക്യം. റളിയല്ലാഹു അൻഹ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല? അതന്നെ. അല്ലാഹു തആല ഇൽമിനെ തരട്ടെ. റസൂലുള്ളാഹി ലയിച്ചാണ്. റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞോളി, റസൂലുള്ളാഹിനെ പറ്റി പാടിക്കോളി, റസൂലുള്ളാഹിനെ പറ്റി കേട്ടോളി. എന്താണെങ്കിലും അതിനേക്കാൾ വലിയൊന്നുമില്ല. ഈ ലോകത്ത് മാനവ ചരിത്രം ഇന്ന് വരെ പരിചയപ്പെട്ട കൂട്ടത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ പറ്റി പാടിയതുപോലെ ലോകം ഒരാളെ പറ്റി പാടിയിട്ടില്ല.
റസൂലുള്ളാഹിനെ പറ്റി ലോകത്തിറങ്ങിയ പാട്ടിൻ്റെ 1% പാട്ട് വേറൊരു വ്യക്തിയെ പറ്റി ലോകം പാടിയിട്ടില്ല. നിങ്ങൾ എന്താ കേൾക്കണം? നിങ്ങൾക്ക് ഒരാളെ പറയാൻ പറ്റും? പകരം എല്ലാ കാലത്തും റസൂലുള്ളാഹിനെ പറ്റി പാട്ട് നിറഞ്ഞെടുക്കുക. മനുഷ്യന്റെ ആത്മാവിന്റെ സന്തോഷമാണ് പാട്ട്. നബിയുടെ മുന്നിൽ പാട്ട്. فأجمل منك لم تر قط عيني وأحسن منك لم تلد النساء. മുന്നിൽ പാട്ട്. അപ്പോൾ റസൂൽ നേരെ മുന്നിൽ. وأجمل منك لم تر قط عيني. എൻ്റെ കണ്ണുകൾ, എൻ്റെ ഈ കണ്ണ് അങ്ങേക്കാൾ ഒരു സുന്ദരനെ കണ്ടിട്ടില്ല. അത് മഹബ്ബത്താണ് സത്യത്തിൽ. എന്ത് ജമാല്, പ്രേമമാണ് സൗന്ദര്യം. പ്രേമമില്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടാവില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ മിസ് വേൾഡിനെ കണ്ടിട്ട് എൻ്റെ പെണ്ണുങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ആണെങ്കിൽ ഈ മിസ് വേൾഡിന് എൻ്റെ ഫോട്ടോ ഒരാൾ കാണിച്ചെന്നാലും എന്നാലും ഇച്ച് പറയും, എന്നാലും എൻ്റെ കുഞ്ഞാമെൻ്റെ അവിടെ എത്തൂല എന്നിച്ച് പറയും. എന്തുകൊണ്ട്? കുഞ്ഞാമെന്നോട് നിനക്ക് പ്രേമുണ്ട്. മറ്റുള്ള എനിക്ക് അതൊരു കരിങ്കുരങ്ങ് പോലത്തെ മൊച്ചക്കുരങ്ങ് പോലത്തെ ഒരു പെണ്ണിൻ്റെ ഓളപ്പം മിസ് വേൾഡ്. പ്രേമത്തിൽ നിന്നാണ് ജമാലുണ്ടാവുക. അങ്ങേക്കാൾ ഒരു സുന്ദരനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രേമം ലയിച്ചത് മുഹമ്മദിയത്തിൽ. അപ്പോൾ സ്വന്തം പ്രാണപ്രേയസിയായ ഭാര്യ പോലും ആ സ്വഹാബിക്ക് എന്തല്ല സൗന്ദര്യമല്ല, സൗന്ദര്യം മുഹമ്മദ്. എൻ്റെ കണ്ണിൽ നിങ്ങളെക്കാൾ സൗന്ദര്യമുള്ള ആളെ കണ്ടിട്ടില്ല. അതായത് ആരുമില്ല. ഞാൻ സുന്ദരി എന്ന് വിചാരിച്ച് കിട്ടിയ എൻ്റെ ഓളുമില്ല. എന്തുകൊണ്ട്? പ്രേമങ്ങളോടാണ്. പ്രേമം കൊണ്ടുവരുന്ന സാധനമാണ്. പ്രേമം എന്ന ഒട്ടകപ്പുറത്താണ് ആര് വരിക? സൗന്ദര്യം വരിക. പ്രേമമില്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടാവില്ല. നിങ്ങളിൻ്റെ കൂടെ അല്ലേ പറയും, മനസ്സിലാവുണ്ടോ എന്ന് പറഞ്ഞു. അതാണ് കറക്റ്റ്. പ്രേമമില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. പ്രേമമാണ് പ്രധാനം. പ്രേമം കയറണം. പ്രേമം ഉണ്ടാക്കിയുണ്ടാവില്ല. പ്രേമം കുഴിച്ചിട്ടുണ്ടാവില്ല. പ്രേമം ഉണ്ടാകണം. പ്രേമത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രേമത്തിന് കുരുവില്ല. അത് അല്ലാഹു കൽബിലിട്ടേരണം. ഭാര്യയെ കല്യാണം കഴിച്ചു. ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങൽ നിനക്ക് നിർബന്ധമാണ്. ആഴ്ചയിലെ നിശ്ചിത ദിവസങ്ങളിലെങ്കിലും, ഈ മുസാഫിറാണെങ്കിൽ 3 മാസത്തിലൊരിക്കലെങ്കിലും. അതേ സമയത്ത് ജിമാ നിനക്ക് നിർബന്ധം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അത് പ്രേമത്തിൽ നിന്നുണ്ടാവുന്നതാണ്. പ്രേമം വെറുതെ ഉണ്ടാവില്ല. അത് അല്ലാഹു ഇട്ടേരണം. അതിലൊക്കെ ഒരുപാട് ഇനിയും പറയാനുണ്ട്. ഒരാൾക്ക് 2 ഭാര്യയുണ്ട്. 2 ഭാര്യൻ്റെ കൂടെ കിടന്നുറങ്ങലയാൾക്ക് നിർബന്ധം ഉണ്ടാവും. എന്തുണ്ടാവില്ല? ജിമാ നിർബന്ധം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അതിനയാൾക്ക് കഴിയൽ പ്രേമത്തിൽ നിന്നാണ്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അത് സ്വയം ഉണ്ടാകണം. അതിനൊരു കുരുവില്ല. ഉണ്ടാവണം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? സ്വഹാബിയുടെ മനസ്സിൽ അല്ലാഹു ഇട്ടുകൊടുത്തു. എന്ത് പ്രേമം? ആരെ പറ്റി? പിന്നെ ആ സ്വഹാബിക്ക് പിന്നെ വേറെ ആളെയും സൗന്ദര്യമല്ല. സൗന്ദര്യം ആരെന്നെ? ഹബീബ നബിയെ. എന്തുകൊണ്ട് പ്രേമം ആരോട് തന്നെ? ഹബീബ നബിയോട്. എൻ്റെ ഭാര്യയെ പെരി കൊണ്ടേക്കാറും, പെരിലയച്ചാറും, ഇനി മുതൽ ഇന്നൂരെ കിടക്കണ്ടാറും, ആയിക്കോട്ടേറും. പണിയൊക്കെ നല്ല അറിയാം. എന്തുകൊണ്ട്? ഇഷ്ടം ആരോടാണ്? റസൂലുള്ളാഹിനോടാണ്. അമറനി അൻ ഉതല്ലിഖഹാ. മനസ്സിലാണ്ട് പറഞ്ഞത്. സ്വഹാബി കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്. എന്ത്? ഞാൻ അമറനി അൻ ഉതല്ലിഖഹാ. തലാഖെല്ലാം കൽപ്പന ഉണ്ടോ? ഇല്ല, തലാഖെല്ലാം കൽപ്പന ഇല്ല. സ്വഹാബി വന്ന് പറയാ, എന്റെ ഭാര്യയെ കിടപ്പറയിൽ വർജിക്കാൻ റസൂലുള്ളാഹിന്റെ കൽപ്പന ഉണ്ട്. ഓളെ വീട്ടിൽ പോയിക്കോട്ടെ. അപ്പോൾ സ്വഹാബി തിരിച്ചു വെച്ചു, അമറനി അൻ ഉതല്ലിഖഹാ. അവളെ തലാഖില്ലണമെന്ന കൽപ്പന ഉണ്ടോ റസൂലുള്ളാഹിയുടെ? ഇല്ല. അമറനി റസൂലുള്ളാഹി അൻ ഉതല്ലിഖഹാ ലൗ അമറനി ലതല്ലഖ്തുഹാ. തലാഖില്ലണമെന്ന് അൽഹംദുലില്ലാ എന്റെ റസൂൽ പറഞ്ഞില്ലല്ലോ. എന്റെ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞില്ല. അതെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ തലാഖില്ല. അപ്പൊ പ്രേമാരോടാ? റസൂലുള്ളാഹിനോട്.
അതാണ് ഈമാന്. പിന്നെ നിസ്കരിക്കും, അത് പ്രേമത്തിന്റെ അടിമത്താ. അത് പ്രേമത്തിന്റെ അടിമത്താ. പ്രേമത്തിന്റെ അടിമത്തമായ നിസ്കാരം, അതാണ് ഈമാൻ നിസ്കാരം. മറ്റേത് കൂലിട്ട പണിയാണ്, അതിലൊന്നും ഉണ്ടാവില്ല. നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ല. പ്രേമത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് എന്ത്? നബി ചെയ്തോക്കണം ചെയ്യാ. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, സൊല്ലു കമാ ഇൻ തുരീദൂനൽ കൂലിട്ടൽ, അങ്ങനെയല്ലല്ലോ ആയത്ത്. കൂലിട്ടൽ നിസ്കരിച്ചോളി ആയത്ത്, ഹദീസ് പറയും മനുഷ്യന്മാരെ. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചത് നിങ്ങൾ കണ്ടുപോലെ നിസ്കരിച്ചോളൂ. അപ്പൊ എന്താ നിസ്കാരത്തിന് ആധാരം? ഹബീബായ നബി. ഖുർആനാണോ? അല്ല. ആരെയോ ഖുർആനാണ്? ഖുർആൻ നബിക്കല്ല ആധാരം. നമുക്ക് നബിയല്ലേ ആധാരം. ഇജ് ഖുർആൻ നോക്കിയാണെങ്കിൽ എന്ത് കിട്ടും? പിന്നെ ഇന്ന് ഖുർആൻ ആധാരല്ലേ? നബിയിലൂടെ ആധാരാണ്. നീ നബിയിലൂടെ ഖുർആൻ വായിക്ക്, അപ്പൊ നിനക്ക് ഖുർആൻ ആധാരാണ്. നബി ഇല്ലെങ്കിൽ ഖുർആൻ നിനക്ക് ആധാരമല്ല, അതൊരു ബുക്കാണ്. ആ ബുക്ക് നീ നമ്മൾ ഒരു ബന്ധമല്ല. ആ ബുക്ക് നിനക്ക് കയറണമെങ്കിൽ അതിന്റെ ചട്ടുണ്ട്. ആ ചട്ടന്റെ ഉള്ളിലാണ് ആ ഖുർആൻ ഉള്ളത്. ഈ ചട്ടേരാ മുഹമ്മദിയത്ത്. അതിനാണ് ഇബ്രാഹിം നബി ദുആ ചെയ്തതും. ഈ മനുഷ്യനെ എഴുത്തുമായനി അറിയില്ല. എന്നിട്ട് എഴുത്തുമായനി അറിയുന്ന ജനങ്ങൾക്ക് ഒരാൾ ഓതി കൊടുക്കും. ഈ ആൾക്ക് എഴുത്തുമായനി അറിയില്ല എന്ന് ഇബ്രാഹിം നബിക്ക് അറിയില്ല. റബ്ബേ, ഏതോ ബഹീറൊക്കെ അറിയില്ലേ ഇത് എഴുത്തുമായനി എന്ന് അറിയാതെ? ബാപ്പല്ലാത്ത ക്രിസ്ത്യാനി പുരോഹിതനായ ഈ ബഹീറൊക്കെ അറിയുന്നത് ഇബ്രാഹിം നബിക്ക് അറിയില്ലേ? മനസ്സിലാണ്ട് പറഞ്ഞത് ഇബ്രാഹിം നബിക്ക് അറിയും. ഇബ്രാഹിം നബി പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ച്? അല്ലാഹു സുബ്ഹാനഹു വ തആല വകദാലിക ഒരു ഇബ്രാഹിം മലക്കുത്ത് സമാവാത്തൊക്കെ അറിയുന്ന ആളല്ലേ ആര്? ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിയില്ലേ? എന്ത് റസൂലുള്ളാഹിക്ക് എന്തറിയില്ല? ഉമ്മിയാണ് ഏറ്റുമായിനെ അറിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഹബീബ റസൂൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, എന്നിട്ട് ഇബ്രാഹിം നബി ദുആർക്ക എന്ത്? റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക്. എന്നിട്ട് ഈ ആള് ആയത്തോടി കൊടുക്കണം. ഈ ആൾ ഉമ്മിയോ? ഈ ആള് എഴുത്തുമാനിയും പഠിച്ചിട്ടില്ല. എന്നിട്ട് ആർക്കാ ഇത് ഓതി കൊടുക്കണത്? ബസറയ്ക്ക് ഈത്തപ്പഴം കയറ്റിയാൽ മനസ്സിലായ സാറേ, ഒരു ഉപമയാണ്. ബസറയ്ക്ക് ഈത്തപ്പഴം കയറ്റല്ലേ? മനസ്സിലായില്ല. നമ്മൾക്ക് ഒരാൾ അങ്ങനത്തെ വാക്ക് പറഞ്ഞാൽ തിരിച്ചിട്ട് നമ്മൾ അങ്ങനത്തെ നമ്മക്ക് മനസ്സിലായില്ലേ? അങ്ങനത്തെ ചില പ്രയോഗങ്ങൾക്ക് നമ്മൾ എന്ത് പറയും? ബസറയ്ക്ക് ഈത്തപ്പഴം കയറ്റല്ലേ? നിർത്ത്. ഇതിവർ ബസറയ്ക്ക് ഈത്തപ്പഴം കയറ്റലാണല്ലോ. ഇവർക്കൊക്കെ ഇരുന്ന ഇരിപ്പിൽ 2000-3000 കവിത എഴുതാൻ കഴിയും. വരി ആർക്ക്? ഈ അറബികൾക്ക്. എന്നിട്ട് അറബികൾക്ക് ആദ്യം ഓതി കൊടുക്കണം. എഴുത്തുമായും പഠിക്കാത്ത ആള് ഒന്ന് പറയും മനുഷ്യന്മാരെ. അപ്പൊ എഴുത്തും വായനയും ഈ പഠിച്ചാൽ എത്ര വലിയ ആളാണെങ്കിലും ആരിലൂടെ വായിക്കണം? ഹബീബ. അപ്പൊ ഖുർആൻ നിനക്ക് ആധാരാണ്. ആ ഹബീബ നബിയെ മാറ്റി വെച്ചാൽ ഖുർആൻ ആധാരമല്ല. ഹബീബ നബിയെ പകർത്തണമെങ്കിൽ ഹബീബ നബിയെ നിനക്ക് ഇഷ്ടണ്ടാവണം. മറ്റേ കൂലി കണക്കാക്കും. ഇന്നത്തെ ആവശ്യത്തിന് കൂലിയൊക്കെ ആയല്ലോ. നീ പറഞ്ഞല്ലേ? അപ്പൊ ഈ ഭൂസൂരിയുടെ പ്രശ്നം ഭൂസൂരിക്ക് സ്വർഗം കിട്ടാത്തല്ല. അള്ളാഹു റസൂലിനോട് ഞാൻ അതിക്രമം കാണിച്ചല്ലോ. എന്റെ റസൂലുള്ള ഒരു രാത്രി തഹജ്ജുദ് മുടക്കിയില്ല. അപ്പൊ ആ നബിയെ പ്രേമിക്കണം ഞാൻ എങ്ങനെ മുടക്കണ്? എനിക്ക് മുടങ്ങിപ്പോയി. അപ്പൊ ഞാൻ അക്രമിയാണ്. എന്തിനാ ഇവിടെ അക്രമിയായത്? കൂലിട്ടായിട്ടാണോ? കൂലിക്ക് കമ്മിയാണോ പ്രശ്നമാണോ? ബുസൂരി പറഞ്ഞേ. പിന്നെ എന്തേ പറഞ്ഞേ? കാല് നീര് കെട്ടി വീർത്തിട്ടും തഹജ്ജുദ് ഒഴിവാക്കാത്ത ഒരു മനുഷ്യനോട് ഞാൻ അതിക്രമം ചെയ്തില്ലേ? ആ തഹജ്ജുദിന്റെ കൂലി എനിക്ക് വേണ്ടാച്ചാ പോലെ. അപ്പൊ എവിടെയാണ് കിടക്കുന്നത് വിഷയം? തഹജ്ജുദിന്റെ കൂലിയിലല്ല, തഹജ്ജുദ് നിസ്കരിച്ച കാലിലാണ്. അക്കാലിൽ നീര് കെട്ടി വീർത്തിട്ടുണ്ട്. എന്നിട്ട് നീരില്ലാത്ത ഞാൻ നിസ്കരിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ അതിക്രമം ചെയ്തത് ആരോടാണ്? അക്കാലിനോടാണ്. ആ കാലിന്റെ മുന്നിൽ ഞാൻ ആരാണ്? ആ കാലിനെ പ്രേമിച്ച ഞാൻ എങ്ങനെ നിസ്കരിക്കാതെ വെക്കും? അപ്പൊ
കവിയുടെ പ്രശ്നം എന്തല്ല, പറ കുട്ടി, എന്തല്ല, കൂലിയല്ല, മുത്തുനബിയുടെ നീര് കിട്ടി വന്ന കാലാണ്. നമുക്കത് വിഷയമാണില്ല. നമുക്ക് 25,000 ഉണ്ട് എന്നുള്ളതുകൊണ്ട് പ്രശ്നമില്ല. 25,000 ഇല്ലത്തുൽ ഖദർ എല്ലാവരും കൂടിയാണ്ട് അല്ലാ പഠിച്ചോനെ എല്ലാം തരണേ ആ സുബൈ വരെ. അപ്പോൾ സുബൈ വരെ അയാത്താക്കി. അപ്പോൾ മൂല്യരും അൽഹംദുലില്ലാഹ് എപ്പൊക്കൊല്ല എല്ലാവരും അയാത്താക്കി. മൂല്യരും അയാത്താക്കി, മൂല്യരെ മാലിലെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ അയാത്താക്കി. നമുക്ക് അൽഹംദുലില്ലാഹ് ഇക്കൊല്ലമൊക്കെ ഏകദേശം റെഡിയായി. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം നോക്കിയാൽ മതി. അതുപോലെ തഹജ്ജുദ് നിസ്കരിക്കാത്തുണ്ട്, കുറച്ച് ഇടക്കിടക്ക് ഒരു ലേശം ഒരു 2-3 പെക്കൊക്കെ വീശിയതുണ്ട്, അങ്ങനെ പലതുണ്ട്. അതൊന്നും വിഷയമല്ല. എന്നാലും 25 ആയാത്താക്കി. അതേ സമയത്ത് മുഹബ്ബുർ റസൂലിന് അതൊന്നുമല്ല വിഷയം. വിഷയം എല്ലാം രാത്രി 25 എന്തുകൊണ്ട് ആ കാലിനോടുള്ള നീതി, നീര് കെട്ടി വീർത്തിട്ടും ആ കാലം എന്തൊഴിവാക്കിയില്ല. അപ്പം ഞാൻ ഇനി എങ്ങനെ തഹജ്ജുദ് സ്വർഗമായിരിക്കുവാണ് ഞങ്ങൾ. അള്ളാഹ് റസൂലിനെ അതല്ലേ സ്വർഗം, മോമിൻ്റെ സ്വർഗം. അള്ളാഹ് റസൂലല്ലേ ഓലോടുക്കോ പറഞ്ഞ കൊടുക്കുമോ?